സോ അപ്പം നമ്മളിന്നൊരു ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലൈക്ക് ദിസ്. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യുക. ഓക്കെ, ഇനി ലാസ്റ്റ് വരുമ്പോൾ എന്താ ചെയ്യുക, നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ സ്റ്റുഡൻസിനെയൊക്കെ, കൊച്ചു സ്റ്റുഡൻസ് ഉണ്ടല്ലോ, നമ്മുടെ കിഡ്സിനെ കൊണ്ടൊക്കെ ചെയ്യിക്കാൻ പറ്റുന്ന നല്ലൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റാണ്. അവർക്ക് വലിയ ഹാപ്പിയാവും അവരിതൊക്കെ കാണുമ്പോൾ. ഒരു ഫ്ലവറൊക്കെ കിട്ടുമ്പം നമ്മുടെ കുഞ്ഞു മക്കളെ സംബന്ധിച്ച് അവർക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യം കൂടാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പേ ചെയ്ത് അങ്ങ് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റെമ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഫ്ലവർ ഞാനിപ്പോൾ ഒരു ലാവണ്ടർ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ കളർ ഇവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ചാണ്, പെർപ്പിൾ അല്ല എടുത്തേക്കുന്നത്, ഓറഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു പേപ്പർ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ബോർഡർ പോലെ ഇങ്ങനെ ഉണ്ടോ ഒരു സ്കെയിൽ വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. അപ്പം ഇവിടം തൊട്ട് ഇത്രയും പോർഷൻ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. ഓക്കെ, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് ദിസ് ഉണ്ടോ, ഇത്ര. ഓക്കെ, ഇവിടെ വരെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം ഫുള്ള്. അപ്പോൾ ഇങ്ങനെ അങ്ങ് അറ്റം വരെ കട്ട് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലീഫ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇത്രയാക്കി കട്ട് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാമേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ സംഭവം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇത് തിരിച്ചിട്ടിട്ട് തിരിക്കുക. ഇങ്ങനെ എടുത്തിട്ട് തിരിച്ചിട്ട് നമ്മൾ എന്തോ ചെയ്യണം, ഇത് പേസ്റ്റ് ചെയ്യണം. ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് മടക്കുക. ഓക്കെ, ലൈക്ക് ദിസ്. ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഗ്ലൂ എടുത്തിട്ട് ഞാനിവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, തിരിച്ചതിനെ മടക്കുക. കെയർഫുള്ളായിട്ട് മടക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്തോ ചെയ്യണം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയും കൂടെ ഗ്ലൂ തേച്ച് കൊടുക്കുക. നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ, കാരണം നമുക്ക് ആ സ്റ്റെമ്പിലോട്ട് ഇനി ഇത് ഒട്ടിക്കാൻ പോവാണ് നമ്മൾ. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റെമ്പ് എടുത്തു. നമ്മളിതിനകത്തോട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവാണേ. ഇങ്ങനെ വെച്ചിട്ട് താഴോട്ട് വെച്ചൊട്ടിക്കാം. ഓക്കെ, ഇങ്ങനെ താഴെ വെച്ചിട്ട് നല്ലതായിട്ട്. അപ്പോൾ കെയർഫുള്ളായിട്ട് നമുക്ക് ഇത് ഈ സ്റ്റെമ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇച്ചിരി കൂടെ താഴോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് ഒട്ടും. എന്നിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ട്രിക്ക് കിട്ടിയല്ലോ എങ്ങനെ റാപ്പ് ചെയ്യേണ്ടെന്നുള്ള. താഴോട്ട് ഇങ്ങനെ വെച്ച്. ഓക്കെ, നല്ലതായിട്ട് അതവിടെ ഒട്ടിയങ്ങ് ഇരിക്കും. ഓക്കെ, കണ്ടോ. ഇനിയിപ്പോൾ ഇതിനെന്തോ ഒരു കുറവുണ്ടല്ലോ, എന്താണ്, ഒരു ലീഫും കൂടെ വേണം അല്ലേ. അപ്പോൾ നമുക്ക് അതും കൂടെ വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത്ര സൈസിലൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം.
ഓക്കെ, അപ്പോൾ നമുക്കിനി ലീഫ് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും കട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് അത്രയും പോർഷൻസ് റിമൂവ് ചെയ്ത് കളയുക. ഓക്കെ, നെക്സ്റ്റ് അങ്ങനെ ഇത് ഫുള്ള് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അടുക്കുള്ള പോർഷൻ നമ്മളങ്ങ് റിമൂവ് ചെയ്ത് കളയുക, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഫുള്ള് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ലീഫ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കണേ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി എടുത്ത് കൊടുക്കുക. അതിന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കി കൊടുത്താൽ മതി. ഇങ്ങോട്ട് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പൂവിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഓക്കെ.